ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അക്ബറും നെവിനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താണെങ്കിലും കേരളം അറിയപ്പെടുന്ന ഒരു ആളായി മാറിയിരിക്കുകയെന്നാണ് നെവിൻ പറയുന്നത്. പുറത്തിറങ്ങി വൻ പ്ലാനുകളെക്കുറിച്ചാണ് നെവിൻ അക്ബറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇത് ആരുടെ മേക്കപ്പ് സാധനങ്ങളാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് അനുമോളുടെ തന്നെയല്ലേ, 200 മേക്കപ്പ് പ്രോഡക്റ്റും കൊണ്ടല്ലേ അവൾ വന്നിരിക്കുന്നത്. അതൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. 200 ഡ്രസ്സുകൾ കൊണ്ടുവന്നതും അത് അവളുടെ കഷ്ടപ്പാട് തന്നെയാണ്. അവളെപ്പോലെ കഷ്ടപ്പെട്ടിട്ട് ഓരോ ഡ്രസ്സ് ഉണ്ടാക്കിക്കൊണ്ട് വരണമായിരുന്നു. നമ്മളൊന്നും കഷ്ടപ്പെടാതിരുന്നതാണ്. അതിനൊക്കെ ഞാൻ അവളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് നെവിൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അക്ബറും പറയുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ ഞാൻ അവളെ റെസ്പെക്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. അവൾ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത്രയും അവളുടെ കുടുംബത്തെയും അതേപോലെ തന്നെ ഇത്രയും ഒരു വലിയ നിലയിലെത്തിയത്. അത് നമ്മൾ മാനിക്കുന്നു. പക്ഷേ എന്ന് കരുതി എന്തും പറയാനുള്ള ലൈസൻസ് അല്ല എന്ന് അക്ബർ അത് പറയുന്നുണ്ട്. പിന്നെ അവളൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പെൺകുട്ടികളിൽ അവളൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയാണെന്ന് അക്ബർ സമ്മതിക്കുന്നുണ്ട്. ജെനുവിനും സ്ട്രോങ്ങും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും നെവിൻ പറയുന്നുണ്ട്, ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ജെനുവിനായി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണെന്ന്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഈ അവളെന്ന് പറഞ്ഞാൽ ഫാൻ ബേസും കൊണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അനുസരിച്ച് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ്. പക്ഷേ അവളൊരു നല്ലൊരു ഗെയിമറാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്നും അക്ബർ പറയുന്നുണ്ട്.